തൊടുപുഴ എം.എൽ.എ. പി.ജെ. ജോസഫിന്റെ സ്വന്തം പഞ്ചായത്തായ പുറപ്പുഴയിലെ കൊടികുത്തി നിവാസികൾ വികസന മുരടിപ്പിനെതിരെ സമരവുമായി രംഗത്ത്. വികസന കാര്യങ്ങളിൽ ഇടപെടുന്നതിൽ നിന്ന് മുഖം തിരിക്കുന്ന എം.എൽ.എയുടെ വീട്ടിലേക്ക് എം.എൽ.എയെ തിരഞ്ഞ് പ്രഭാത മാർച്ച് നടത്തിയായിരുന്നു CPIM-ന്റെ നേതൃത്വത്തിൽ കൊടികുത്തി നിവാസികൾ പ്രതിഷേധം സംഘടിപ്പിച്ചത്. പി.ജെ. ജോസഫ് എം.എൽ.എയുടെ സ്വന്തം പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന കൊടികുത്തി പ്രദേശത്തോട് എം.എൽ.എ. വലിയ അവഗണനയാണ് കാണിക്കുന്നതെന്നാണ് പ്രദേശവാസികളുടെ ആക്ഷേപം. എർത്ത് വർക്ക് തീർന്നു, ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ ടാർ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് തറവട്ടം മുതൽ കൊടികുത്തി വരെയുള്ള ഭാഗം നല്ല റോഡ് എല്ലാം കുത്തിപ്പൊളിച്ച് മിറ്റിലൊക്കെ വിരിച്ചിട്ടു. എന്നിട്ട് 2-3 പ്രാവശ്യമായിട്ട് ഇവർ പല പല കാരണങ്ങൾ പറഞ്ഞു. ടാർ ചെയ്യുന്നതിന് ഒഴിവിന് പല കാരണങ്ങളും ഇവർ പറഞ്ഞു. പിന്നെ പറഞ്ഞു മഴ മാറിയ ഉടനെ തന്നെ ചെയ്യാമെന്ന് നമുക്ക് ഉറപ്പ് നൽകിയിരുന്നു. അപ്പോൾ ഒരു മാസത്തോളം നമുക്ക് മഴ മാറി നിന്നാൽ നമുക്ക് വേഗം തന്നെ ടാർ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളെല്ലാവരും അത് വിശ്വസിച്ചിരുന്നു. ഇപ്പോൾ ഒരു മാസത്തോളമായി വെയിൽ തെളിഞ്ഞു. അപ്പോൾ നമ്മൾ AEയോടും കോൺട്രാക്ടറോടും ഒക്കെ ചോദിക്കുമ്പോൾ ഇവരൊന്നും പറയുന്നില്ല. ഇവിടത്തുകാരുടെ ഏക സഞ്ചാരമാർഗമായ തറവട്ടം തോയിപ്ര റോഡ് തകർന്നു കിടന്നിട്ട് പരാതിയുമായി എം.എൽ.എയെ സമീപിച്ചിട്ടും ഇടപെടൽ നടത്തുന്നില്ല എന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത്. നിവേദനം കൊടുക്കാൻ വേണ്ടിയിട്ട് പല പ്രാവശ്യം സമീപിച്ചതാണ് എം.എൽ.എ. ചെല്ലുമ്പോൾ അദ്ദേഹം കാണാൻ കൂട്ടാക്കാറില്ല. ഈ റോഡിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല, വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളെല്ലാം നിരവധി വിഷയങ്ങളുണ്ടായിട്ടുണ്ടെങ്കിൽ പോലും പല പ്രാവശ്യവും നമ്മൾ എം.എൽ.എ സമീപിക്കുകയും സമീപിക്കുന്ന സമയത്തൊന്നും ഇത് നിവേദനം കൈപ്പറ്റാനോ അല്ലെങ്കിൽ അത് വാങ്ങിക്കാനോ എം.എൽ.എ ഒരിക്കൽ പോലും തയ്യാറായിട്ടില്ല. ഇപ്പോൾ ഈ റോഡിൻ്റെ പ്രശ്നം തന്നെ പല പ്രാവശ്യം എം.എൽ.എയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. സ്വന്തം നാട്ടുകാരനായ എം.എൽ.എയോടും UDF ഭരിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതിയോടും ഇടുക്കി MP ഡീൻ കുര്യാക്കോസിനോടുമെല്ലാം തങ്ങളുടെ ഗതികേടിനെ കുറിച്ച് പരാതി പറഞ്ഞ് മടുത്തിട്ടാണ് എം.എൽ.എയെ തിരഞ്ഞിറങ്ങിയതെന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത്. കൈരളി ന്യൂസ്, ഇടുക്കി.